മുതലാളിയുടെ സ്ഥലമാ. പട്ടയം കോപ്പൊന്നും ഇല്ലാതെ ഇത്രയും കാലം നീയൊക്കെ ഇവിടെ ജീവിച്ചു. ഇറങ്ങിക്കൊള്ളണം എല്ലാരും ഒന്ന്. പട്ടയം ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടുള്ള ആര്? എങ്ങോട്ട് പോകാനാ? രണ്ട് പെൺമക്കളെയും കൂട്ടി ഞങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല. എന്ത് വന്നാലും ഈ മണ്ണ് ഞങ്ങൾ വിട്ടു തരില്ല. നിനക്കൊക്കെ കിടക്കാൻ സ്ഥലമില്ല. പോയി ചാവണം. വണ്ടി കയറ്റി പൊളിക്കണം. ഞങ്ങളുടെ നെഞ്ചത്തൂടെ കയറ്റി പൊളിക്കണം. എല്ലാരും ഇവിടെ കിടക്കി. ആ സാറേ, ഇവരെ ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാറ് പെട്ടെന്ന് ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് പണി കിട്ടും. എന്ത് പണി? ആ JCB എടുത്ത് അവരെ നെഞ്ചത്തോടെ കയറ്റിറങ്ങണ. ആ പോർമ്പോക്കൾക്ക് വേണ്ടി ആരോ ചോദിക്കാൻ വരാൻ എനിക്കത് കാണണം. എന്താണ് കളിക്കണേ? വണ്ടി എടുക്കണ. ആരടാ ഇങ്ങനെ ഓണം? ഓട്ടോ ഇടിച്ച് മറിക്കണം. ഞങ്ങളെ വിജയണ്ണന്റെ കാലടിക്കോടാ നീ. നീ നമ്മളെ വിജയണ്ണനെ കാലടിക്കോ? നൗഷാദ് വെക്കുന്നതിനേക്കാൾ ഒരടിയെങ്കിലും പൊക്കം കൂടുതലുള്ള കട്ടൗട്ട് വെക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നീ വിശ്വസിക്കണ്ട, അറ്റിയുടെ പടത്തിൽ വയ്ക്കാം 10 അടി പൊക്കം കൂടുതലുള്ള കട്ടൗട്ട്. പാലഭിഷേകവും ഇല്ല, നാസിക് ഡോലും ഇല്ല. അണ്ണൻ്റെ കാല് ഒടിഞ്ഞു. നമുക്കിപ്പോ ഒരു കാല് പണിയിക്കാൻ പറ്റുമോ? ഇപ്പോഴാ? ഇനിയാവൊന്നും പറ്റത്തില്ലടാ. നിങ്ങൾ വിഷമിക്കാതെ. കട്ടൗട്ട് കുറച്ച് ചെറുതായി പോയെങ്കിലും അവനിട്ടിരിക്കുന്നതിനൊക്കെ വലിയ മാലയല്ലേ നമ്മൾ വിജയ് സാറിനിട്ടിരിക്കുന്നത്. സിനിമ ഇപ്പൊ തുടങ്ങും ബാബാ. നമുക്ക് ജനഗണമന കഴിഞ്ഞ് കയറാടാ. രാജ്യസ്നേഹം വേണടാ, രാജ്യസ്നേഹം. നമുക്ക് പിന്നെ വിജയണ്ണന്റെ കാലോടിഞ്ഞിരിക്കാത്ത രാജ്യസ്നേഹം. നിങ്ങൾ കാത്തു കയറി ടിക്കറ്റ് എടാ, അതൊക്കെ അകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നൗഷാന്റെ പിള്ളേരെന്ന് പറഞ്ഞാൽ മതി. ആടാ സൈമ, പട്ടക്കലപ്പ് പട്ടക്കലപ്പ്. ആഹാ, മാലയ്ക്ക് അത്യാവശ്യം നീളം കൊണ്ടുണ്ടല്ലോ. പക്ഷേ നൗഷാദിന്റെ കട്ടൗട്ടിനേക്കാൾ ഒരു 3-4 അടി പൊക്കം കുറവാണല്ലേ കട്ടൗട്ട്. പക്ഷെ വീതി കൂടല്ല. എങ്ങനെയുണ്ട് നൗഷാദിന്റെ വിജയാണ്? ഓ മാസ നൗഷാദ് എന്ത് ചെയ്താലും മാസാണല്ലോ. മാസ് നൗഷാദ് എന്ന പേര് മാറ്റിയാലെന്ന് വരെ ഒരു ആലോചനയുണ്ട്. മാസോ? നൗഷാദ് മാസ് സൂര്യന്റെ പടമാണ്. ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. എന്നത് വേണ്ട, ബിയോബൽ നൗഷാദ് അത് മതി. അതിന് തന്നെ ഒരു പഞ്ചുള്ളൂ. ഓടിക്കോ. അതിന് ഹ്യൂമാനത്തിന് ഓടി. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. നമുക്ക് വിജയ് സാറിന് ഒരു ജയ് വിളിച്ചാലോ? വിജയ് സാർ കീ ജയ് വിളിക്കടാ. വിജയ് അണ്ണൻ കീ ജയ്. വിജയ്
നിന്റെ ഒരു വിജയ്. ഞാൻ വണ്ടി കയറടാ. നൗഷാദ് എന്ത് സാറേ? നൗഷാദ് എന്ത് ചെയ്യുന്നൊക്കെ ഉള്ള സ്റ്റേഷൻ ചെന്നിട്ട് പറയാം. നിന്നെ ഇനി പ്രത്യേകം വിളിക്കണോടാ. നീ ഒരു സ്ഥലം എസ് ഐയാ. വണ്ടി കയറടാ. പിടിച്ച് കയറടാ എല്ലാവരും. വലിച്ചു കീർന്നു. സാറേ ടിക്കറ്റ് പിള്ളേർക്ക് കൊടുക്കട്ടെ. നീ ഒരു പുല്ലും കൊടുക്കണ്ട. കൂളിംഗ് ഗ്ലാസ് കൊടുക്കടാ. അവന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് രാത്രി. തള്ളാ സാറേ. ആരാ പള്ളിപ്പിരിവാ? സാറിന്റെ കയ്യിരിക്കണ ഐപ്പോടില്ലേ, അതിങ്ങ് തന്നേരി. ഐപ്പോട്? അതെന്തോ? പൊട്ടം കളിക്കണ്ട. അന്നൊരുത്തൻ ചത്തപ്പ ആ സ്പോട്ടിൽ നിന്ന് കിട്ടിയ ഐപ്പോടില്ലേ, അതിങ്ങ് തന്നേരി. ഞാനൊരു പോലീസുകാരനാ. എന്റെ വീട്ടിൽ കയറി നീ എന്നെ ഇടോന്ന് വിളിക്കുന്നോളാം. എന്താ പ്രശ്നം? ഒന്നും മാറിക്കിടപ്പഞ്ഞ വീട്ടിൽ കയറിയ കളിമാറുവേ. ഐപ്പോടും കൊണ്ട് ഞാനിവിടുന്ന് പോകത്തുള്ളൂ. എന്താപ്പാ? എന്തോ ഐപ്പോടെന്നൊക്കെ അവന്മാര് പറയുന്നു. ഐപ്പോടോ? ഐപ്പോടെന്ന് നിനക്കറിയാൻ വയ്യുള്ള പട്ടി. ഫൈറ്റ് മൂടാ? എടാ ഞാനും വരാളോ? ഇല്ല, നിങ്ങളിത് എവിടെ പോവാ? എടി രണ്ട് കൊടുക്കട്ടടി. നിങ്ങൾ കൊടുക്കണ്ട, ഇടി കണ്ടാ മതി. എടി തൂണോട് ഞാൻ കണ്ടില്ലേ? തൂണ് കണ്ടപ്പോ പണിയാ. പണിയാ. ஒரு சட்டையாளுக்கு மேல ஒரு பெரிய போட்டா நீ பெரிய விஜய் நினைப்பா? அங்க வருவில்ல? நான் ஞாபகம் வச்சுக்கடா. வருவில்ல? ആ സിംഗനായ അല്ല പിന്നെ പോലീസ് ആയുള്ള പ്രശ്നം കണ്ടില്ലേ? കണ്ടാ? അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുത്തേ? ബൂസ്റ്റ് എടുക്കാം. ബൂസ്റ്റ് എങ്കിൽ ബൂസ്റ്റ്. ആ അമ്മ എനിക്കും കൂടെ എടുത്തോ. ആരാപ്പാ അവന്മാര്? ആരാ? അവന്മാർക്ക് ഐപ്പോഡ് കൊടുക്കാൻ. അയ്യോ. എന്തു പറയാ ഐപ്പോഡ്? ഐപ്പോഡ് പാട്ട് കേൾക്കുന്ന സാധനമോ? അല്ല ഇതേതോ വലിയ ടീമാണല്ലോ. എന്താ പ്രശ്നം? അവന്മാരുടെ ഐപ്പോഡ് അപ്പനെടുത്തു. ഇതാണ് സാർ ഐപ്പോഡ്. ഞാൻ സാറിന്റെ ബാഗിൽ നിന്ന് അറിയാതെ എടുത്ത. ക്ഷമിക്കണം സാർ. ഇനി മേലാ നീ വീട്ടിൽ കയറി പോരുത്. എന്റെ രോഗത്തെ കുറിച്ച് രോഗം ക്ഷമിക്കണം സാർ. ഇന്ന് ഐപ്പോഡ് സൂക്ഷിക്കണേ. ബാസ്റ്റിൻ എന്തായി? ബാസ്റ്റിനെ ഇടിച്ച് പഴുപ്പിച്ച് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ആ താടി വെച്ചാനാണോ ബാസ്റ്റിൻ? ഒരു കറുത്ത മുട്ടനാടനെ മേടിച്ച് എല്ലാവരും സൂപ്പ് വെച്ചോട്. ആരടാ നീ? നീ ആരടാ? ഏറ്റവും ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നിന്നെ ഞങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ കഴപ്പം കൊണ്ട് ഇറങ്ങിയ കുടുംബത്തോടെ വീട്ടിൽ കയറി കത്തിക്കും ഞാൻ.